നമസ്കാരം സനോജി. നമസ്കാരം. നമ്മുടെ ഡൽഹിയിൽ മന്നം സ്മൃതി മണ്ഡപം ഇന്ന് ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ആ മന്നം സ്മൃതി മണ്ഡപം ഡൽഹിയിൽ വരിക എന്നുള്ളത് കേരളീയരെ സംബന്ധിച്ച് അഭിമാനകരമായൊരു നിമിഷമാണ്. പക്ഷേ ഇതിനൊരു രാഷ്ട്രീയ മാനവുമുണ്ട്. അത് ഉപരാഷ്ട്രപതിയായിട്ടോ അല്ലെങ്കിൽ അതിനുശേഷം ആ രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറഞ്ഞ ശ്രീ സുരേഷ് ഗോപിയോ തുടങ്ങി വെച്ചതല്ല, തുടങ്ങിയത് പെരുന്നയിൽ നിന്നാണ്. എങ്ങനെ നോക്കിക്കാണുന്നത്? എന്താണ് അഭിപ്രായം? അല്ല, ഇത് ചോദിച്ചു വാങ്ങിച്ചതാണല്ലോ. അതെ, കാര്യം വളരെ വ്യക്തമായിട്ടുള്ള രണ്ട് ഇൻസിഡൻസ്. സുരേഷ് ഗോപിയെ ഈ മന്നത്ത് എത്തുമ്പോൾ അവിടെ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കുന്ന, പെരുന്നയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഉപരാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ, അത് മറ്റൊരു ചടങ്ങിലേക്ക് വരികയാണ്. ആ ഹെലികോപ്റ്റർ അവിടെ ഇറങ്ങാനുള്ള പെർമിഷൻ ചോദിച്ചപ്പോൾ ഒരു കാരണവശാലും അവിടെ ഉപരാഷ്ട്രപതിക്ക് ലാൻഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കില്ല എന്നുള്ള കടുംപിടുത്തവുമായി നിന്ന സുകുമാരൻ നായരെയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ മറുപടികൾ കുറഞ്ഞുപോയി എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പരക്കെ ഉയരുന്ന ഒരു ആക്ഷേപം. അതായത് ഇത് കുറഞ്ഞുപോയി, ഇത്രയൊന്നും അല്ല, ഇതിനേക്കാളും അർഹനാണ് അദ്ദേഹം എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ ഉപരാഷ്ട്രപതി ആകട്ടെ സുരേഷ് ഗോപി ആകട്ടെ വളരെ മാന്യമായ രീതിയിലാണ് പ്രതികരിച്ചത്. ആ ഒരു മാന്യത അദ്ദേഹം അർഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ കണ്ടു, ഈ ഖരമാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള സമയമായി എന്നുള്ളതാണ്. അത് പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. യോഗത്തിന്റെ കര ആവാം. എന്തായാലും ഈ ഖരമാലിന്യങ്ങൾ മാറ്റാനുള്ള സമയമായി. കരയോഗത്തിൽ ഒരുപാട് ഖരമാലിന്യങ്ങൾ ഉണ്ട് ഇപ്പോൾ. അതെ. അപ്പോൾ സുരേഷ് ഗോപി തന്നെ പറഞ്ഞു. അതിനു മുമ്പ് രാഷ്ട്രപതി പറഞ്ഞ ചില വാക്കുകളുണ്ട്. ഡൽഹിയിലെ NSS, അതിന് നമ്മുടെ പെരുന്നയിലെ അതിനു മുമ്പ് ഉപരാഷ്ട്രപതിയാണ് ആദ്യം പറഞ്ഞത് ഈ ചില കാര്യങ്ങൾ വരുമ്പോൾ ഞാനാണ് ജനറൽ സെക്രട്ടറി, അതുകൊണ്ട് ഇന്നയാൾ ഇവിടെ വരണം, ഇന്നയാൾ വരണ്ട എന്ന് ഒരിക്കലും പറയരുത്. എല്ലാവരും അവിടേക്ക് വരണം, എല്ലാവരും ആ സിസ്റ്റത്തിന്റെ ഭാഗമാണ്, എല്ലാവരും ആ മഹത്തായ പ്രസ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണ് പ്രസ്ഥാനം വളരുന്നത്. അല്ലാതെ ചിലരുടെ കൈപ്പടിയിൽ മാത്രം വെച്ചുകൊണ്ട് അവർ ആവശ്യപ്പെടുന്നവരെ മാത്രം എന്റർടൈൻ ചെയ്തുകൊണ്ടല്ല ഇത്തരത്തിൽ പ്രസ്ഥാനങ്ങൾ വളർത്തേണ്ടത് എന്നുള്ള വളരെ കൃത്യമായ മറുപടി മാന്യമായ ഭാഷയിൽ CP രാധാകൃഷ്ണൻ ഇന്ന് പറയുകയുണ്ടായി. എന്നാൽ അതിന്റെ കൂടെ ഒരു കാര്യം എടുത്തു പറയുകയും ചെയ്തു. മന്നത്ത് പത്മനാഭനാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് എന്നുള്ളത്. അതായത് സുകുമാരൻ നായർ അല്ല ഇതെല്ലാം ഉണ്ടാക്കിയത് എന്നുള്ളതിന്റെ കൃത്യമായ ധ്വനി അതിന്റെ അകത്തുണ്ട്. ഇനി സുരേഷ് ഗോപിയിലേക്ക് വന്നാൽ അദ്ദേഹം കുറച്ചുകൂടി കടന്ന് സുകുമാരൻ നായർക്ക് അപ്പുറത്തേക്ക് ഒരുപക്ഷെ ശ്രീ ഗണേഷ് കുമാറിനെ ഒന്ന് സ്പർശിച്ചു വിട്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. മാലിന്യങ്ങൾ നീക്കി തുടങ്ങി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ശുദ്ധീകരണം ഇവിടെ പെരുന്നയിൽ ആവശ്യമാണ്. അപ്പൊ അത് സ്വയം ശുദ്ധീകരണമാകാം, അല്ലെങ്കിൽ കാലം നടത്തുന്ന ശുദ്ധീകരണം. എന്തായാലും അതൊരു നിയമമാണ്, ഒരു കാലത്തിന്റെ നിയമമാണ്. അത് പാലിക്കപ്പെടുക തന്നെ വേണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പിന് ശേഷം എന്തായാലും കുറച്ച് മാറ്റങ്ങൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും അദ്ദേഹം ഒരാളെ ഗണേഷ് കുമാറിനെ ഉൾപ്പെടെയുള്ളവരെ ഉദ്ദേശിച്ച് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി സുകുമാരൻ നായരിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ, ഒരു ധാർഷ്ട്യം അദ്ദേഹത്തിന് എപ്പോഴും ഉള്ള ഒരു സ്വഭാവമാണ്. ധാർഷ്ട്യം പലപ്പോഴും ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവിടെയാണ് ഈ ഉപരാഷ്ട്രപതി പറഞ്ഞ ഒരു വാക്ക് ശ്രദ്ധേയമാകുന്നത്. മന്നം ഉണ്ടാക്കിയതാണല്ല, മന്നത്തിന് ശേഷം കിടങ്ങൂർ വരെയുള്ള ജനറൽ സെക്രട്ടറിമാർ NSSന് വേണ്ടിയിട്ട് അക്ഷീണം പ്രവർത്തിക്കുകയും അതിന്റെ ഒരു സമ്പത്ത്, അതിന്റെ ഒരു ആവാസ വ്യവസ്ഥ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായ സന്ദേശമായി തന്നെ അദ്ദേഹം പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിനെയും മന്നത്ത് പത്മനാഭനെയും മാറ്റി നിർത്തിയാൽ കേരളത്തിൽ സനാതന ധർമ്മം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും ആ മെസ്സേജിനകത്ത് വളരെ ക്ലിയർ ആണ് കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഈ കുറി തൊട്ട് നടക്കുമെന്നുള്ളതല്ലാതെ ഈ സനാതന ധർമ്മത്തിന് വേണ്ടി ഒരു കാര്യം സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി കോടതിയെ സമീപിച്ചത് സുകുമാരൻ നായർ. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമയത്ത് മാത്രമാണ് അത്തരത്തിൽ അനുകൂലമായ നിലപാട് ചരിത്രത്തിൽ ആദ്യമായി NSSന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, സുകുമാരൻ നായരുടെ ഭാഗത്ത്. അതിനുശേഷം ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിൽ പോലും പച്ചക്കൊടി കാണിക്കുകയും തെറ്റിതിരുത്താൻ തയ്യാറാണെങ്കിൽ CPM എന്തുകൊണ്ട് മാപ്പ് കൊടുത്തുകൂടാന്നൊക്കെ ഇദ്ദേഹം ചോദിക്കുകയൊക്കെ ചെയ്തു. ഇപ്പൊ അതിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കണ്ടതാണ് ഈ പെരുന്നയിലെ കഴിഞ്ഞ കാല കാഴ്ചകളിലൊക്കെ. അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നു, ഒറ്റയ്ക്ക് നടപ്പാക്കുന്നു, ഒറ്റയ്ക്ക് പ്രമേയം പാസ്സാക്കുന്നു, ഒറ്റയ്ക്ക് തന്നെ ഇതെല്ലാം മിനിറ്റ്സിലാക്കുന്നു. ഈ ഇങ്ങനെ ഒരു ഏകാധിപത്യ ഭരണം അവിടെ, അത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരുപാട് പേർ മനസ്സിൽ പലതും സൂക്ഷിക്കുന്നുണ്ട്. അവരുടെയൊക്കെ മനസ്സിലിരിപ്പാണ് ഈ പുറത്ത് നിൽക്കുന്നവരെങ്കിലും പറഞ്ഞ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ എൻ്റെ മനസ്സിലൊരു ഇപ്പോൾ ഈ ഡൽഹി സ്മൃതി മണ്ഡപം വന്ന് അത് ഡോക്ടർ ആനന്ദ് ബോസിനെ പോലുള്ളവർ മുൻകൈ എടുത്ത് തുടങ്ങി വെച്ചൊരു സംരംഭമാണ്. അതിനോട് എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹം, ഈ പെരുന്നയിൽ തന്നെ മന്നത്ത് പത്മനാഭനെ കുറിച്ചൊരു സ്മൃതി മണ്ഡപമല്ല, ഒരു മ്യൂസിയം പോലെ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രമൊക്കെ ഉൾക്കൊള്ളുന്ന ആ സ്മാരകത്തിൻ്റെ അവിടെ സുകുമാരൻ നായർ
കാവൽക്കാരനായി ഇരുന്നോട്ടെ, ആജീവനാന്തകാലം അവിടെ ഇരുന്നോട്ടെ ഒരു കാവൽക്കാരനെ പോലെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. സരോജി എന്ത് പറയുന്നു അതിനെക്കുറിച്ച്? അല്ല, ഈ എന്തിനാണ് ഈ സമുദായപരമായിട്ടുള്ള ഇത്ര പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രസക്തി എന്താണെന്നുള്ളതാണ് ആദ്യം. സമുദായ ഉന്നമനം അത് തന്നെയാണ് അല്ലേ. ഇപ്പൊ SNDP ഈഴവ വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അതുപോലെ തന്നെ നായർ സർവീസ് സൊസൈറ്റി എന്നുള്ളത് നായന്മാരുടെ ഉന്നമനത്തിന് വേണ്ടി. പക്ഷെ നായന്മാർക്ക് ഏത് രീതിയിലാണ് ഉന്നമനം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇന്നും വലിയ ചോദ്യചിഹ്നമാണ്. നമ്മളിപ്പോ പെരുന്നയിലേക്ക് ചെന്നിറങ്ങിയാൽ നമുക്ക് അതിന്റെ രണ്ട് വശങ്ങളിലും NSS കേന്ദ്രീകൃതമായ കുറെ കെട്ടിടങ്ങൾ കാണാം. തീർച്ചയായിട്ടും. അതിപ്പോ ഏറ്റവും തലയെടുത്ത് നിൽക്കുന്നത് അവിടെ 8 കോടി രൂപയ്ക്ക് അപ്പുറം പണിത ഒരു വലിയ കൺവെൻഷൻ സെന്ററാണ്. ഇതെന്തിനാണ്? നായന്മാരുടെ മക്കൾക്ക് കല്യാണം നടത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു. പക്ഷേ സാധാരണ ഒരു മധ്യവർത്തി കുടുംബത്തിനൊന്നും ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത റേറ്റിലാണ് ഇത് വാടകയ്ക്ക് കൊടുക്കുന്നത്. ഒരു സൗജന്യവും അനുവദിക്കാറുമില്ല. പിന്നെ അവിടെ ഒരു പ്രിന്റിംഗ് പ്രസ് പ്രവർത്തിക്കുന്നത്. ആകെ കൂടെ NSSന്റെ മുഖപത്രം പ്രസ് മാത്രമാണ് അതിനകത്ത് അച്ചടിക്കുന്നത്. അതിനുവേണ്ടി മാത്രമായിട്ടൊരു പ്രസ്. അല്ല, അപ്പോൾ ചുരുക്കി പറഞ്ഞ അതാണ് അവിടെയാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇതിപ്പോ ഞാനും ഒരു കരയോഗ അംഗമാണ്. അപ്പം എനിക്കത് കൃത്യമായി പറയാൻ പറ്റും. അതായത് സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള എന്ത് പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അതായത് ഞാൻ പറയുന്നത് ഒരു മധ്യവർത്തിക്ക് മുകളിലുള്ള ആൾക്കാരുടെ അല്ല ഞാൻ പറയുന്നത്. ഒരു മിഡിൽ ലെവലിൽ നിൽക്കുന്നവരും ബിലോ പോവർട്ടി ലൈനിൽ നിൽക്കുന്നവരുടെയും ഉന്നമനത്തിന് വേണ്ടി എന്താണ് സമുദായം ചെയ്യുന്നത്? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു സനോജി ഇപ്പോൾ പറഞ്ഞതുപോലെ നായന്മാരുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഈ സർവീസ് സൊസൈറ്റി കൊണ്ട് ഇപ്പോൾ തൽക്കാലം ഉന്നമനം ഉണ്ടാകുന്ന ഒരേ ഒരു നായരേ ഉള്ളൂ എന്ന് വേണം കരുതാനല്ലേ. അപ്പോൾ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ സുകുമാരൻ നായർ ഈ സമദൂരം എന്നുള്ള ഒരു സിദ്ധാന്തം NSSന് പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ ഒരു സിദ്ധാന്തമായി വളർത്തിയെടുത്ത് പൊതുമണ്ഡലത്തിൽ അവതരിപ്പിച്ചൊരു വ്യക്തി അദ്ദേഹമാണ്. പക്ഷേ എപ്പോഴും അദ്ദേഹത്തിന് ഭരണത്തിലിരിക്കുന്നവരോട്, അത് കോൺഗ്രസ് ആണെങ്കിൽ കുറച്ച് അധികം, കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയോ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയില്ലേ മനോജി, നമ്മൾ ധാർഷ്ട്യത്തെ കുറിച്ച് പറഞ്ഞു. CPM-കാരുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് ധാർഷ്ട്യമാണ്. NSSന്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് പുച്ഛമാണ്. അവരെ ഒഴിച്ച് ബാക്കി ലോകത്ത് കാണുന്നവർക്ക് എല്ലാവരെയും അവർ പുച്ഛം. അതെ, പക്ഷേ അതിലൊരു കാര്യം പുച്ഛമല്ല, പരമപുച്ഛമാണ്. അതിൽ തന്നെ ഒരു തിരിച്ചടി അദ്ദേഹത്തിന് ഒരിക്കലും, ആ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഏൽക്കാൻ പാടില്ലാത്തൊരു തിരിച്ചടി മുഖ്യമന്ത്രി VD സതീശനിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായി. ഒരു അപമാനിക്കുന്ന തരത്തിൽ, കാണാൻ സമയം കൊടുത്തില്ല എന്നുള്ള രീതിയിൽ. അത് കാലം കാത്തുവെച്ചൊരു കാവ്യനീതിയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ മാന്യമായൊരു സംരംഭം. അത് അദ്ദേഹത്തിന് കാലത്തിന്റെ മറുപടിയാണ്. ഇത് ഒരു പ്രസ്ഥാനത്തിന്റെ അമരത്ത് ഇരിക്കുന്നത് കൊണ്ട് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം നേരെ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം. ഞാൻ പറയുന്നത് സുകുമാരൻ നായർ ഈ പ്രസ്ഥാനമൊക്കെ വിട്ടിട്ട് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഇറങ്ങണം. അദ്ദേഹം മനസ്സുകൊണ്ടൊരു കോൺഗ്രസ്സുകാരനാണ്, അതെല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ ലെവലിൽ തന്നെ അദ്ദേഹം ഇറങ്ങട്ടെ. അപ്പോൾ അറിയാം അദ്ദേഹത്തിന് ജനങ്ങൾ കൊടുക്കുന്ന വില എന്താണ്. അതെ, ഈ NSS എന്നുള്ളൊരു വലിയ പ്രസ്ഥാനത്തിന്റെ മന്നത്ത് പത്മനാഭന്റെ ഒരു ഛവിക്ക് താഴെ നിൽക്കുന്ന, പ്രതിച്ഛായയ്ക്ക് താഴെ നിൽക്കുന്ന, നിഴലിന് കീഴെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പിന്തുണയില്ലെങ്കിൽ സുകുമാരൻ നായർ എന്താകുമെന്നുള്ളത് സ്വയം ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും സുരേഷ് ഗോപിയും ഒക്കെ പറഞ്ഞതുപോലെ ഒരു ശുദ്ധീകരണത്തിന് സ്വയം തയ്യാറായില്ലെങ്കിൽ കാലം ശുദ്ധീകരിക്കും. അത് അത്ര സുഖകരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കരയോഗത്തിൽ നിന്ന് ഖരമാലിന്യങ്ങൾ എന്തായാലും നീക്കം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതെങ്ങനെ വേണമെന്നുള്ളത് കാലം തീരുമാനിക്കട്ടെ, അല്ലേ സനോജ്? തീർച്ചയായും ഇത് സംബന്ധിച്ച് വലിയ വിശദമായ ചർച്ചകൾക്ക് തന്നെ സ്കോപ്പ് ഉണ്ട്. പക്ഷേ അതിങ്ങനെ പെട്ടെന്ന് ചർച്ച ചെയ്ത് തീർക്കാനുള്ളതല്ല. അതെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഏറ്റവും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഇതിനെ സംബന്ധിച്ച്. കാരണം എന്തെങ്കിലും അദ്ദേഹം പ്രതികരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, സ്വന്തമായിട്ട് പ്രസ് ഉണ്ട്, മിക്കവാറും മുഖപത്രത്തിൽ കൂടിയായിരിക്കും പ്രതികരണം വരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ധാർഷ്ട്യം അവിടെ തുടരുക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു നടപ്പ് രീതികൾ പറയുന്നത്. എന്തായാലും സങ്കടകരമാണ്. കാരണം ഈ പ്രസ്ഥാനം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് കേരളത്തിന് വേണ്ടി. ഉപരാഷ്ട്രപതി തന്നെ പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരുദേവനും മന്നത്ത് പത്മനാഭനും ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് സനാതനധർമ്മം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടേനെ. അങ്ങനെ ഉള്ളൊരു അല്ല, ഒറ്റ ചോദ്യം മാത്രം ചോദിച്ചാൽ മതിയല്ലോ. സനാതനധർമ്മം, കേരളത്തിലെ സനാതനധർമ്മം ഇപ്പൊ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്, അതിനുവേണ്ടി NSSന്റെ ഒരു സംഭാവന എന്താണ്? അതെ, വെള്ളാപ്പള്ളി നടേശന് കുറെ കൂടി അവകാശപ്പെടാൻ ധാർമ്മികമായ ഒരു അവകാശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അതെ. അപ്പോൾ എന്തായാലും സുകുമാരൻ നായരുടെ ഒരു പ്രതികരണവും നമുക്കറിയാം. വരും ദിവസങ്ങളിൽ വിശദമായ ചർച്ചകൾ തന്നെ. ഇത് ഓരോ വാക്കും ഇഴകീറി പരിശോധിക്കേണ്ടതുണ്ട് നമുക്ക്. കാരണം അത്രത്തോളം പ്രസക്തമായൊരു സാമൂഹിക പ്രശ്നം തന്നെയാണ്. അല്ലാതെ ഒരാളെ അപമാനിക്കലോ അല്ലെങ്കിൽ അതിന് മറുപടിയോ മാത്രമായി ഇത് ഒതുങ്ങുന്നില്ല. അപ്പോൾ എന്തായാലും സനോജ്, കാണുന്നവർക്ക് ഒരു സംശയം കൂടെ വേണ്ട, ഇത് ചർച്ച ചെയ്യുന്ന രണ്ട് നായന്മാർ തന്നെ. അതെ, നല്ല നമുക്ക് ധൈര്യമായിട്ട് പറയാം. ചെവിയിലെ പൂട ഷേവ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ചെവിയിൽ പൂടെയുള്ള നായന്മാർ തന്നെയാണ്. അതുപോലെ ഉച്ചയുറക്കവും ശീലമില്ല. അപ്പോൾ എന്തായാലും
സനോജ്, ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം. കാണുന്ന പ്രേക്ഷകർ അവരുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി ഇതിൽ രേഖപ്പെടുത്തുക. അതിനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്കുള്ളതാണ്. അത് വിമർശനങ്ങളാകാം, നിർദ്ദേശങ്ങളാകാം, അനുകൂലമാകാം, പ്രതികൂലമാകാം. എന്തായാലും സുകുമാരൻ നായർ ഫാൻസിനും സ്വാഗതം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായ കമന്റുകളായി ഞങ്ങളെ അറിയിക്കും. കാര്യം നിങ്ങളുടെ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് അടുത്ത ഒരു സബ്ജക്റ്റ് നമുക്ക് എടുക്കാനുള്ള ഒരു പ്രചോദനം നൽകുന്നത്. അല്ല, വിയോജിപ്പുണ്ടെങ്കിൽ അതും നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ വീഡിയോ അതിനൊപ്പം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. മാത്രമല്ല നമ്മുടെ ഈ പേജ് 10 ലക്ഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ 10 ലക്ഷം എന്ന് പറയുന്നത് ഒരു മൈൽ സ്റ്റോൺ ആണ്. ആ മൈൽ സ്റ്റോണിലേക്ക് എത്താൻ നിങ്ങൾ ഓരോരുത്തരും അതിന്റെ ഭാഗമാകുക എന്നൊരു കാര്യം മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കുടുംബം 10 ലക്ഷം അംഗങ്ങളുള്ള കുടുംബമാകട്ടെ. ഒരു കരയോഗമായിട്ട് തന്നെ നമുക്ക് ഇതിനെ പ്രഖ്യാപിക്കാം. അതെ, ഈ ആവശ്യമില്ലാത്ത ഖരമാലിന്യങ്ങൾ പോകട്ടെ, സംസ്കരണം കഴിഞ്ഞിട്ടുള്ള ഒരു നല്ല കര യോഗമായി ഇത് മുന്നോട്ട് പോകട്ടെ. അപ്പോൾ എന്തായാലും വളരെ നന്ദി സനോജി. നമസ്കാരം.